ഹലോ എവരിവൺ, IVF ജേണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പീരീഡ്സ് ഡേറ്റ് ആകുന്നതിന് മുന്നേ തന്നെ മിൽക്കി വൈറ്റ് ഡിസ്ചാർജ് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇത് പ്രഗ്നൻ്റ് ആണോ അത് പീരീഡ്സ് ആകാൻ പോകുന്ന സിംറ്റംസ് ആണോ? ചിലർക്ക് പീരീഡ്സ് ആകുന്നതിന് മുമ്പ് തന്നെ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഡൗട്ടായിരിക്കും ഇത് എന്താ പറയുക, പ്രഗ്നൻസി ആണോ അതോ പീരീഡ്സ് ആകാൻ പോകുന്നത് സൈൻ ആണോ എന്നുള്ളത്. അതാണ് ഇന്നത്തെ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നേരിട്ട് വീഡിയോയിലേക്ക് എടുക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊജസ്ട്രോൺ, അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഓവുലേഷനായി കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും. അപ്പോൾ ഈ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊജസ്ട്രോണിൻ്റെ ഇതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് IUI ഒക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വൈറ്റ് ഡിസ്ചാർജ് പ്രൊജസ്ട്രോണിൻ്റെ ഇത് മൂലം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ട്രിഗർ ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക്, അത് HCG ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് HCG എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണാണ് HCG ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിലും വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വൈറ്റ് ഡിസ്ചാർജ് കണ്ടിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പ്രഗ്നൻസിയുടെ ലക്ഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷണമാണ്. എന്നാൽ പലർക്കും പീരീഡ്സ് ആകുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഈ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകാറുണ്ട്. അത് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയും. അതും ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമാണെന്ന് പറയാം. നമുക്കിത് പ്രഗ്നൻ്റ് ആണോ അതോ പീരീഡ്സ് ആകുമ്പോൾ സിംറ്റം ആണോ എന്ന് നോക്കിയിട്ട് ഒറ്റ നോട്ടത്തിൽ ഒരു ഡോക്ടർക്കും തന്നെ കൺഫേം ചെയ്ത് പറയാൻ സാധിക്കില്ല. പ്രഗ്നൻ്റ് ആണെന്ന് ഉറപ്പിക്കണമെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് തന്നെ ചെയ്യണം. പിന്നെ എന്താ വെച്ചാൽ ഈ വൈറ്റ് ഡിസ്ചാർജ് കാണുമ്പോൾ നമ്മൾ എപ്പോഴാണ് ടെൻഷൻ അടിക്കേണ്ടത് അല്ലെങ്കിൽ ഡോക്ടറെ കാണേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് ഡിസ്ചാർജിന് ഉണ്ടാകുമ്പോഴത്തേക്ക് സ്മെല്ലുണ്ട്, അല്ല നമുക്ക് ചൊറിച്ചിലുണ്ട്, അങ്ങനെ പിന്നെ ഡിസ്ചാർജിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഗ്രീന്, അങ്ങനെ യെല്ലോ, അങ്ങനെ എന്തെങ്കിലും കളർ ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം. അത് ഇൻഫെക്ഷൻ്റെ സൈൻ ആകാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻ ഒന്നുമില്ല എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡോക്ടറെ കാണാം. പ്രത്യേകിച്ച് IUI ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കത്തീഡ്രൊക്കെ കേട്ടിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറെ കാണേണ്ടതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IUI ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ IUI ആയാലും IVF ആയാലും IUI ചെയ്ത് കഴിഞ്ഞാൽ 44 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ടെസ്റ്റ് ചെയ്യുക. അതുവരെ നമ്മൾ കാമായിട്ടിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഡോക്ടർ തന്നിട്ടുള്ള മെഡിസിൻസ് എല്ലാം കൃത്യമായിട്ട് കഴിക്കുക. പിന്നെ സ്ട്രെസ് ഒഴിവാക്കുക, കൃത്യമായിട്ട് ഉറങ്ങുക, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക, ഇതെല്ലാം ചെയ്യുക. അത് കൂടാതെ നമ്മുടെ ആരോഗ്യകരമായ ശീലങ്ങൾ, പിന്നെ ദൈവവിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ പ്രാർത്ഥിക്കുക. നമുക്ക് തന്നെ പോസിറ്റീവ് റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഒന്നും ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ചെറിയ ലക്ഷണം കാണുമ്പോഴും അത് ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. അതായത് പ്രഗ്നൻ്റ് ആണെങ്കിൽ തന്നെ നമ്മുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബോഡിയിൽ ഓരോ ചേഞ്ച് ഉണ്ടാകും. പിന്നെ ഓരോരുത്തരുടെ ബോഡി ഓരോ ഡിഫറെൻ്റ് ആണ്. ഒരാൾക്ക് അങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നും ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ദിവസം നമുക്കൊരു സന്തോഷകരമായിട്ട് വാർത്ത നമ്മളെ തേടി എത്തും തന്നെയാണ് വിശ്വസിച്ചുകൊണ്ട് തന്നെ കാത്തിരിക്കുക. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഈ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂട്ട് നോർമൽ തന്നെയാണ്, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിന് സ്മെല്ലോ കളർ ചേഞ്ചോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണുക. പിന്നെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്ത് തന്നെ നോക്കുക. നമ്മുടെ കുഞ്ഞാവ് ഒച്ചയെടുക്കുന്ന ശബ്ദമാണ് നിങ്ങൾ കേൾക്കണം കേട്ടോ. അതുകൊണ്ട് ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.